അടുത്തതൊരു 1-1 ഷോ ആണ്. ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് വേദിയിലേക്ക് എത്തുന്നു സനോജ് ശ്രീകാര്യം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ പെർഫോമൻസ്? കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാനുള്ള ശ്രമത്തിലാണ്. ശരി, അപ്പൊ നമുക്കൊന്ന് കേട്ട് നോക്കാം എന്താണ് സനോജിന്റെ കയ്യിൽ സ്പെഷ്യൽ ആയിട്ടുള്ളത്. പഴയതും പുതിയതുമായിട്ടുള്ള കുറച്ച് താരങ്ങളുടെ ശബ്ദമാണ്. അതിലാദ്യമായിട്ട് മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച വില്ലൻ ശ്രീ ജോസ് പ്രകാശ്, അദ്ദേഹത്തിന്റെ 2 മോഡുലേഷനാണ്. ഒന്ന് അദ്ദേഹം വില്ലനായിട്ട് വരുന്നതും പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഏജ് ആയിട്ട് ദേവാസുരം ചെയ്യുന്ന ഒരു വേരിയേഷനും. അതിലാദ്യം നമുക്ക് വില്ലനായിട്ട് വരുന്ന ഒരു ഹലോ മിസ്റ്റർ രാജൻ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. വെൽ, ഒരു കപ്പൽ നിറയെ വൈരങ്ങളുമായി മിസ്റ്റർ ഡഗ്ലസും പാർട്ടിയും കൊച്ചി തുറമുഖത്തുണ്ടാവും. ആ വൈരങ്ങൾ നിങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഞാനും നീയും കോടീശ്വരന്മാരായി തീരും. അതല്ല, എന്നെ ധിക്കരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ എന്റെ മുതല കുഞ്ഞുങ്ങളുടെ നീ തന്നെ ആയിരിക്കും. ഓർമ്മയിരിക്കട്ടെ. താങ്ക് യു. ഇനി അദ്ദേഹം കുറച്ച് ഏജ് ആയിട്ട് ദേവാസുരം ചെയ്യുന്ന ആ ഒരു മോഡുലേഷൻ. അറിയാനുള്ള അവകാശം കുഞ്ഞിനുണ്ട്. പക്ഷേ എൻ്റെ ധർമ്മം കൊല്ലങ്ങളായി കോലോത്ത് ഉപ്പും ചോറും തിന്നുന്നു. എനിക്കറിയാവുന്നതൊക്കെ എന്നോട് തന്നെ മണ്ണടിഞ്ഞോട്ടെ. പക്ഷേ ഒന്ന് കുഞ്ഞ് ഓർക്കണം, എല്ലാം കൊണ്ടും യോഗ്യനായ ഒരാൾ തന്നെയായിരുന്നു കുഞ്ഞിൻ്റെ അച്ഛൻ. പ്രാർത്ഥിക്കുക ആത്മശാന്തിക്കായി. താങ്ക് യു. സ്ഥിരം പോലീസ് കഥാപാത്രങ്ങളുടെ ഏറെ ശ്രദ്ധേയനായ ശ്രീ KPSC അസീസ്. ആഹാ, പണിക്കറി സാറൊന്ന് ചുമ്മാതിരിയെന്ന് പറഞ്ഞതുപോലെ ചെയ്യുന്നവൻ ആ ചാക്കോച്ചി 1-2 മണിക്കൂറിനകം കടയാടി ബാബിയും തമ്പിയും ബാംഗ്ലൂരിൽ നിന്ന് എത്തും. പിന്നെ ആ കളി തിരുമേനി കണ്ടോ? ചിയേഴ്സ്. ഇനി അടുത്തതായിട്ട് പുതിയ തലമുറയിലേക്ക് വരാം. അതില് നോബി ചേട്ടന്റെ വോയിസ് ആണ്. നോബി ചേട്ടൻ സ്കിറ്റ് ചെയ്യുന്നൊരു വോയിസ് ആണ്. സാബുടാ, എടാ നമ്മളെ അച്ഛൻ മറിച്ചിട രാവിലെ 6:30 നീ എപ്പോ വരുവാടാ? 7:30. എടാ അണ്ണാ, നീ വരുമ്പോഴേ ഒരു 22 TV കൊണ്ടുവരണേ. എടാ വീട്ടിൽ ഇരുന്നത് കംപ്ലൈന്റ്. എടാ TV നീ വലുത് കൊണ്ടുപോവാ. എൻ്റെ അമ്മയുടെ യവം വന്നിട്ട് ചിരിക്കാറുണ്ട്. അടുത്ത രമേശ് പിഷാരടി ചേട്ടൻ വേദിയിൽ ഒന്ന് പറയുന്നു. ഇവിടം നാട് പോലെയായി. പണ്ടൊക്കെ ജലര് തുറന്നു കഴിഞ്ഞാൽ മഴയും മഞ്ഞുതുള്ളിയൊക്കെ കാണുന്നു. നാട്ടിൽ 40-42 ഡിഗ്രി ചൂട് സുഖമായിട്ടുണ്ട്. പണ്ടൊക്കെ ആവി പഠിക്കണമെങ്കിൽ കമ്പിളി ഇട്ട് പുതയ്ക്കണമായിരുന്നു. എന്നാൽ ഇന്ന് അല്പം വിക്സ് എടുത്ത് നെറ്റിയെ പുരട്ടിയാൽ മതി, നന്നായിട്ട് ആവി പഠിക്കാം. അപ്പോൾ ഒരുപാട് സന്തോഷം കോമഡി മസാലയുടെ ഫ്ലോറിൽ വരാൻ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചാലും നന്ദി, നമസ്കാരം. ഇനി നമ്മുടെ പുകവലിക്കെതിരെ ശബ്ദം നൽകുന്ന ഗോപൻ സാറ് അപ്പാനി രവിയുടെ ഡയലോഗ്, അതായത് അങ്കമാലി ഡയറീസിലെ അത് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ശ്രദ്ധിക്കും. ഗോപാല, നീ കേന്ദ്ര സർക്കാരിന്റെ തോട്ട കണ്ടിട്ടുണ്ടോ? ഇതാണ് തോട്ട. നീ ഇത് ഹോൾസെയിലും ചെയ്യില്ല, റീറ്റെയിലും ചെയ്യില്ല. നിനക്ക് തോട്ടയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ 6943 ഡയൽ ചെയ്യൂ. ഈ സേവനം തികച്ചും സൗജന്യമാണ്. അടുത്തതായിട്ട് ലേലം എന്ന ചിത്രത്തിലെ വീരപാണ്ഡി കൗണ്ടറായിട്ട് വേഷം ചെയ്ത വിനു ചക്രവർത്തിയുടെ വോയിസ്. തങ്കച്ചി വരദക്ഷിണ തർക്കൊല എന്ന നാടകമാടാ. டேய், ஆனக்காட்டில் ஈப்பச்சம் புள்ளேடா, இப்படி ரோசக்காரனாയിരിക്കണം. டேய் கண்ணா, தேவைப்பட்ட அளவுக்கு ஸ்பிரிட் எடுத்து போங்கடா செல்லோ. ഇനി വിജയുടെ വോയിസ്. ഇളയ ദളപതി വിജയുടെ ശബ്ദം. லவ்ன்றது காலேஜில் எப்படி படிக்கணும் புக்ஸ் மாதிரி. அது யாருக்கு வேணா படிக்கல. எங்க வைக்கிற எப்படி இப்படி என் பேச்சு மட்டும் சைலண்டா இருக்கும். ஆனாடி സാറാ വെടി. അടിപൊളി. വിജയ് പൊളിച്ചു. സൂര്യൻ കൂടെ വേദിയിൽ വിജയ് വന്ന സ്ഥിതിക്ക് സൂര്യൻ കൂടെ വരുന്നതാണ് എന്റെ ഒരു ഗുമ്മ്. അതാണ്. எல்லாருக்கும் வணக்கம். லகு சூர்யா பேசுறேன். இது மலையாளிங்க, எனக்கு ரொம்ப பிடிக்கும். எல்லாருக்கும் என்னோட வணக்கம், நன்றி. കഴിഞ്ഞോ? അപ്പൊ ഇതായിരുന്നു സനോജിന്റെ കയ്യില് നമുക്ക് വേണ്ടി തരാനുണ്ടായിരുന്നത്. എന്ത് പറയുന്നു ചേട്ടാ? സനോജ് പ്രൊഫഷണലായിട്ട് ഇതാണോ പരിപാടി? അതോ ഇല്ല, കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് സർവീസ് ടെക്നീഷ്യൻ ആണ്. ആണല്ലേ? പിന്നെ അതിന്റെ കൂടെ ഇങ്ങനെ മിമിക്രി ചെയ്യുന്നു. ആണല്ലേ? എന്തായാലും തികഞ്ഞ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ചെയ്യുന്ന ലാഘവത്തോടെയാണ് എല്ലാ സ്റ്റാറും സനോജ് ചെയ്തത് കേട്ടോ. അടിപൊളി. താങ്ക് യു. ഏതെങ്കിലും ട്രൂപ്പിൽ ഈ വർഷം തിരുവനന്തപുരം നർമ്മകല ചെയ്യുന്നുണ്ട്, അവരുടെ കൂടെ ചെയ്യുന്നുണ്ടല്ലേ? അതെ. ആ, കൊള്ളാം. കലയോടൊപ്പം തന്നെ ജോലിയോടൊപ്പം തന്നെ നമ്മൾ കലാപ്രവർത്തനം
അത് നന്നായിരിക്കും. ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്നതും കലാഫീൽഡിൽ നിൽക്കുമ്പോഴുള്ള സുഖമായിരിക്കും അല്ലേ? തീർച്ചയായും. അപ്പോൾ എന്തായാലും നല്ല സ്റ്റാറുകളായിരുന്നു എല്ലാം. വിജയൊക്കെ എടുത്തത് വിജയ്, സൂര്യ, വിനു ചക്രവർത്തി, അല്ല ചെയ്തതെല്ലാം തന്നെ നല്ല സ്റ്റാറുകളായിരുന്നു കേട്ടോ. താങ്ക് യു ചേട്ടാ. ഓക്കെ, സന്തോഷം. ഇല്ല സർ. സനോജ് തകർത്തു. താങ്ക്സ് ചേട്ടാ. ടെൻഷൻ ഉണ്ടല്ലേ? ഓ അതൊന്ന് കുറച്ചാൽ ഗംഭീരമാകും. താങ്ക്സ് ചേട്ടാ. അത് ട്രൈ ചെയ്താൽ മതി, നടക്കും. താങ്ക് യു. അടിപൊളി. Okay, Sanuj, thank you so much.